ഉമ്മൻചാണ്ടിയുടെ മരണശേഷം MLA ആയി വന്ന ചാണ്ടി ഉമ്മൻ അതൃപ്തനാണ്. ചാണ്ടി ഉമ്മൻ മഹാരാഷ്ട്രയിൽ CPM ക്യാമ്പിൽ പോയി ചെങ്കൊടിക്ക് ജയ് വിളിച്ച് കൈകോർത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായപ്പോൾ തന്നെ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു, ഇതൊരു റിബൽ ചിന്തയായിരിക്കാം, ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ പാർട്ടി മാറി CPMലേക്ക് പോയേക്കാമെന്ന ചിന്തകളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ചാണ്ടി ഉമ്മൻ പരസ്യമായി തന്നെ പറയുകയാണ്, നേതൃത്വത്തിന് തെറ്റുപറ്റി, എനിക്ക് അവസരങ്ങൾ തരുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ആകെ ഒരു ദിവസമാണ് അവിടെ പ്രചരണത്തിന് പങ്കെടുക്കാനുള്ള നിയോഗം കിട്ടിയത്. മറ്റുള്ള എല്ലാ ആളുകൾക്കും ചുമതലകൾ കൊടുത്തു, എന്നെ മാത്രം തഴഞ്ഞു. എന്തിന്? അച്ഛനോടുള്ള എതിർപ്പാണോ? എൻ്റെ പിതാവിനോട് പാർട്ടിക്കാർ കുറേ ഗ്രൂപ്പ് വഴക്കൊക്കെ കാണിച്ച് അവസാനം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം അതിൻ്റെ പിന്നിൽ നിന്നൊക്കെ കുത്തിയത് കോൺഗ്രസ് പാളയത്തിലുള്ള ആളുകൾ തന്നെയാണെന്ന് ചാണ്ടി ഉമ്മൻ അറിയാം. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല ഈ ഇത്തരത്തിലുള്ള നേതാക്കളോട്. അങ്ങനെ ചാണ്ടി ഉമ്മനെയും കോർണർ ചെയ്ത് മാറ്റുകയാണോ എന്ന ആക്ഷേപം ചാണ്ടി ഉമ്മൻ തന്നെ പറയുകയാണ്. ചാണ്ടി ഉമ്മന് അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഇടയ്ക്ക് AN സ്പീക്കർക്ക് ചാണ്ടി ഉമ്മൻ പരാതിയും കൊടുത്തിരുന്നു. എന്താണ്? അവസരങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുന്നു, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് പോലും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപം ചാണ്ടി ഉമ്മൻ ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ തീരെ മോശപ്പെട്ട നേതാവല്ല. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിക്കൊപ്പം വളരെ ദൂരം സഞ്ചരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അങ്ങനെയൊക്കെയാണ് ചാണ്ടി ഉമ്മൻ പാർട്ടിയിലേക്ക് വരുന്നത്. AK ആന്റണിയുടെ മകനെ പോലെ അല്ല. ചാണ്ടി ഉമ്മൻ കൃത്യമായ ലെവലിൽ പണിയെടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ MLA ആയിട്ടെത്തുന്നത്. പിന്നെ പിതാവിൻ്റെ സ്വാധീനം, പിതാവിനോടുള്ള ആളുകൾക്കുള്ള ഇഷ്ടക്കൂടുതൽ, അതൊക്കെ ചാണ്ടി ഉമ്മന് അനുകൂല ഘടകമായി തീരാം. പുതുപ്പള്ളിയിൽ വോട്ട് നേടുന്നതിന് സഹായമായേക്കാം. പക്ഷേ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഏൽപ്പിച്ച ജോലിയൊക്കെ നന്നായി ചെയ്യുന്ന ആളുമാണ്. പിന്നെ എന്തിനാണ് VD സതീശൻ ചാണ്ടി ഉമ്മനെ അകറ്റി നിർത്തുന്നത്? ചാണ്ടി ഉമ്മൻ എന്താണ് അസ്പർശ്യത കൽപ്പിക്കുന്നത്? ഇത് സമൂഹം ഉന്നയിക്കുന്ന ചോദ്യമാണ്. ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും ചോദിക്കുന്നതാണ്, ചാണ്ടി ഉമ്മൻ എന്തേ അവസരങ്ങൾ കൊടുക്കാത്തത്? ഇപ്പോൾ തന്നെ ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തിരുന്നു. കാരണം ചാണ്ടി ഉമ്മൻ എല്ലാ ആളുകൾക്കും സ്വീകാര്യനാണ്. ചാണ്ടി ഉമ്മൻ അവിടെ പങ്കെടുത്തിരുന്നു. സർവ്വമത സമ്മേളനത്തിൽ സന്യാസിമാർക്കൊപ്പം അദ്ദേഹവും അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ പൊതുമുഖമാകാൻ, സമൂഹത്തിന് വേണ്ടപ്പെട്ട മുഖമായി മാറാൻ ചാണ്ടി ഉമ്മൻ എല്ലാ ക്വാളിറ്റി ഉണ്ടായിട്ടും കോൺഗ്രസിനകത്ത് ചാണ്ടി ഉമ്മൻ തഴയപ്പെടുന്നു. അത് അദ്ദേഹം പുറത്തു പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇപ്പോഴെങ്കിലും അദ്ദേഹം പുറത്തു പറഞ്ഞത് നന്നായി. പിന്നെ അദ്ദേഹം ചെങ്കൊടി തണൽ പറ്റുമോ എന്ന ചോദ്യം, അങ്ങനെ പോയാലും തെറ്റൊന്നും പറയാൻ കഴിയുകയില്ല. മുമ്പ് AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ CPMൻ്റെ ഭാഗമായും ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചാണ്ടി ഉമ്മൻ CPMലോട്ട് പോയാലും അതിശയിക്കാനൊന്നുമില്ല. പിന്നെ ഇന്ത്യ മുന്നണിയിലും ചാണ്ടി ഉമ്മൻ മഹാരാഷ്ട്രയിൽ നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യ രൂപീകരണത്തിന് ചാണ്ടി ഉമ്മനെ പോലുള്ള യുവ നേതാക്കൾ ഇടപെടുമ്പോൾ മറ്റ് മുതിർന്ന നേതാക്കളെ പോലെ സ്പർദ്ധയും കനലും മനസ്സിൽ വെക്കാതെ ഒരുമിച്ച് പ്രവർത്തിച്ച് വിജയിക്കാൻ ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിന് കഴിയുന്നു, യുവതലമുറയ്ക്ക് കഴിയുന്നു എന്നത് അഭിമാനകരമാണ്. പക്ഷേ ആ അഭിമാനമൊന്നും കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിനില്ല, VD സതീശനില്ല. VD സതീശനാണല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. കെ സുധാകരൻ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറി മറുകരയിൽ ഇരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ അതും പറയുന്നുണ്ട്, കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന അഭിപ്രായം പറയാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കാര്യമല്ല. പക്ഷേ എന്നെ അകറ്റി നിർത്തുന്നു, അത് ശരിയല്ല. കാരണം VD സതീശൻ തന്നെ പറയുന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരുന്നു, താനാണ് രാഹുലിനെ നിർത്തിയത്, താനാണ് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അകറ്റി നിർത്തിയതും താൻ തന്നെയാണ് എന്ന സത്യം VD സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ്റെ വിമർശനം VD സതീശനെ ഉന്നം വെച്ചിട്ടുള്ളതാണ്. ചാണ്ടി ഉമ്മൻ ഇനിയും അവഗണന നേരിടുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മാത്രമല്ല കേരളത്തിലും അദ്ദേഹം ചെങ്കൊടി ഉയർത്തി പിടിക്കും. അല്ലെങ്കിൽ അത് വിദൂര ഭാവിയിലല്ല, സമീപഭാവിയിൽ തന്നെ അങ്ങനെ നടക്കാനും സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം.